ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 24 വരെയും 41 മുതൽ 52 വരെയുമുള്ള തിരുവചന ഭാഗമാണ് ഇന്ന് നാം ധ്യാന വിഷയമാക്കുക. ക്രിസ്മസിന് ശേഷമുള്ള 2-ാമത്തെ ഈ ആഴ്ച പിറവി തിരുനാളിൻ്റെ 2-ാമത്തെ ഞായറാഴ്ചയാണ്. ഈ ദിവസം തിരുസഭ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഈശോയുടെ ശൈശവവും ബാല്യകാലവും ഒക്കെയാണ്. ഈ 2 മേഖലകൾ കൂടെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ജനുവരി മാസം 6-ാം തീയതി മുതൽ ധനഹാ തിരുനാളിനോടനുബന്ധിച്ച് പിന്നെ പ്രായപൂർത്തിയായ വലിയ ഈശോയെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഈശോയുടെ ശൈശവ ബാല്യകാലത്തെക്കുറിച്ചുള്ള സൂചനകൾ സമാന്തര സുവിശേഷങ്ങളിൽ ഏതാണ്ട് ഈ കാലഘട്ടം കൊണ്ട് അവസാനിക്കുകയും ചെയ്യുകയാണ്. 2 സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ തിരുസഭ നൽകുന്നു. ഒന്ന് ഈശോയുടെ പരിച്ഛേദനവും നാമകരണവും. ഈശോയുടെ നാമകരണം, ഈശോയുടെ പേര്, യേശു എന്നാണ് അവൻ്റെ പേര് എന്ന് അവൻ്റെ മാതാപിതാക്കൾ ഔപചാരികമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. പേരിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ധ്യാനിച്ചതാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന് ദൈവം ആഗ്രഹിച്ച, ദൈവം കൊടുക്കാൻ കൽപ്പിച്ചരുളിയ പേര് അവൻ യേശു എന്ന് വിളിക്കപ്പെടണം. ആ പേര് ഈശോയ്ക്ക് നൽകുന്നത് ദേവാലയത്തിൽ വെച്ചാണ്. ദേവാലയത്തിൽ അവനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച മാതാപിതാക്കൾ അവന് വേണ്ടി നേർച്ച കാഴ്ചകളൊക്കെ സമർപ്പിച്ച് ഉണ്ണിക്ക് പേരിട്ട് മടങ്ങുന്ന മാതാപിതാക്കൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള കരുതലിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചതാണ്. മക്കൾക്ക് പേര് നൽകുമ്പോൾ അവരുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെയൊക്കെ പ്രത്യേകമായി അറിയുകയും അനുസ്മരിക്കുകയും ഏത് വിശുദ്ധൻ്റെ പേരിലാണ് തങ്ങളുടെ മക്കൾ മാമോദീസായ്ക്ക് ശേഷം അറിയപ്പെടേണ്ടത് എന്ന് തീരുമാനിച്ചുറപ്പിക്കുകയും ചെയ്യുന്ന നമ്മൾ ആ വിശുദ്ധനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും വിശുദ്ധൻ്റെ സംരക്ഷണത്തിനായിട്ട് അവരെ സമർപ്പിക്കുകയും ചെയ്യണം. പിന്നീട് എന്ന് ചോദിച്ചാലും മാമോദീസ പേര് പറയുവാനും ഏത് ധന്യവിശുദ്ധൻ്റെ പേരിലാണോ ആ നാമധേയം അവർക്ക് നൽകപ്പെട്ടിരിക്കുക, ആ വിശുദ്ധൻ്റെ കഥകളും വിശുദ്ധൻ്റെ ജീവിതവുമൊക്കെ അവർക്ക് മനഃപ്പാഠമാക്കി കൊടുക്കുകയും വേണം. ആ വിശുദ്ധൻ്റെ വലിയ സംരക്ഷണം കാവൽദൂതന്മാരുടെ പരിപാലനയോടൊത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മുൻപെപ്പോഴോ ഈ നിമിഷങ്ങളിലൂടെ കടന്നുപോയവരെന്ന നിലയിൽ മുതിർന്നവരായ നമുക്കും ഈ പേരിന് കാരണഭൂതരായ വിശുദ്ധരുടെ സംരക്ഷണവും കാവൽ ദൂതന്മാരുടെ അനുഗ്രഹാശിസ്സുകളുമൊക്കെ ലഭിക്കണം. അതുകൊണ്ട് നമ്മളും നമ്മുടെ ധന്യവിശുദ്ധരെക്കുറിച്ച് അറിഞ്ഞിരിക്കുവാനും അവരുടെ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനും ഒക്കെ പരിശ്രമിക്കണം. ബാലനായ ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നതാണ് 2-ാമത്തെ സംഭവം. ദേവാലയത്തിലെ വേദശാസ്ത്രികളോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയെ മാതാപിതാക്കൾ 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം വന്ന് കണ്ടെത്തുമ്പോൾ തങ്ങളുടെ മകൻ്റെ ആത്മീയ വളർച്ചയെ കണ്ട് അന്തം വിട്ടു നിൽക്കുന്ന മാതാപിതാക്കളെയാണ് നമ്മൾ കാണുക. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് ഈശോ മാതാപിതാക്കന്മാരോട് ചോദിക്കുമ്പോൾ അഭിമാനത്തോടെ, സന്തോഷത്തോടെ ആ നിമിഷത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന മാതാപിതാക്കൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ ദേവാലയത്തോട് ചേർത്ത് വളർത്തുവാൻ
ദേവാലയ ബന്ധിയായ ഒരു ജീവിതം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ട് എന്ന് ഉറപ്പാക്കാനൊക്കെ നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ 3-4 ദിവസത്തെ തീർത്ഥാടനത്തിന് ശേഷം സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോയ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ പോലും അവൻ ദേവാലയത്തിലായിരിക്കണമെന്നൊരു ചിന്തയൊന്നുമില്ല. ആഘോഷ പെരുമകൾക്ക് ശേഷം മടങ്ങിപ്പോകാനാണ് അവർക്കിഷ്ടം. ഇന്നും നമ്മൾ ആഘോഷ പെരുമയിലാണോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പള്ളിയിൽ പോവുക, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു കടമ തീർക്കൽ പോലെ, ഞായറാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയുമെന്നുള്ള ഒരു അസ്വസ്ഥതയുടെ പരിഹാരമായിട്ടൊക്കെയാണ് ചിലരെങ്കിലുമൊക്കെ കാണുന്നത്. ദേവാലയത്തിനുള്ളിൽ കയറണമെന്ന് പോലും പലർക്കും നിർബന്ധമില്ല. പള്ളിയുടെ കോമ്പൗണ്ടിൽ എവിടെയെങ്കിലുമൊക്കെ വന്നിരിക്കുക, പ്രാർത്ഥനയിൽ പങ്കെടുത്ത് മടങ്ങിപ്പോവുക. കുർബാന കാണുന്ന പഴയ കാലഘട്ടത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോവുക. കാഴ്ച കാണാനായിട്ടിരിക്കുന്നു. പല പള്ളികളിലും കസേരകളിൽ ഇരുന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ജനത്തെക്കാളും യുവജനങ്ങളെയൊക്കെ ഏറെ കാണുന്നത് അവർ പുറത്തെ സ്റ്റെപ്പിലിരുന്ന് പുറത്തോട്ട് നോക്കി കഥകൾ പറയുന്നതും വാട്സപ്പിൽ ചാറ്റ് നടത്തുന്നതും മെസ്സേജുകൾ അയക്കുന്നതും ഒക്കെയാണ്. കരുതലുള്ള മക്കള് ദൈവഗന്ധിയായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് ഇടയ്ക്കൊക്കെ ഒന്ന് ചോദിക്കുന്നത് നല്ലതാണ്. ഇന്ന് നീ പള്ളിയിൽ പോയപ്പം എവിടെയായിരുന്നടാ ഇരുന്നത് എന്ന്, ഇന്ന് നീ എന്തായിരുന്നടാ പരിപാടി എന്ന്. കുമ്പസാരവും വിശുദ്ധ കുർബാനയൊക്കെ മുടങ്ങുമ്പോൾ അവരോട് ചോദിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ചോദിക്കുവാനും തിരുത്താനും നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ആ വഴിയിലൂടെയാണ് നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കുമുണ്ട് എന്ന് മറക്കാതിരിക്കുക. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് തീർക്കലല്ല ക്രൈസ്തവ ജീവിതം. അത് ഉത്തരവാദിത്വ ബോധത്തോടെ കടമകൾ കൃത്യമായി നിർവഹിച്ച് മക്കൾക്ക്, ജീവിത പങ്കാളിക്ക്, കുടുംബത്തിലെ മറ്റുള്ളവർക്കൊക്കെ മാതൃകകളായി തീർന്ന്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ദേവാലയ ബന്ധിയായ ഒരു ജീവിതം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് ചിന്തിക്കാം. എൻ്റെ മകൻ ഗായക സംഘത്തിലും അൽത്താര ബാലവൃന്ദത്തിലുമൊക്കെ ഭാഗവാക്കാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നവരാകണം മാതാപിതാക്കൾ. എൻ്റെ മക്കൾക്ക് മലയാളം പോലും വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് അവന് പള്ളിയിലൊന്നും പോരാൻ നേരമില്ല, ട്യൂഷനുണ്ട്, ക്ലാസ്സുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മക്കളെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുമ്പോൾ അവരുടെ മനസ്സിൽ, ഹൃദയത്തിലൊക്കെയുള്ള ദൈവികത കൈമോശം വന്ന് പോവുക. ഈശ്വര മാതാപിതാക്കൾ എന്തോ ഒരു അഭിമാനത്തോടെയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട മകനെയും കൊണ്ട് ദേവാലയത്തിൽ നിന്ന് പോകുന്നത് എന്ന് നമുക്കറിയാം. ജ്ഞാനത്തിലും പ്രായത്തിലും മാതാപിതാക്കന്മാർക്ക് വിധേയനായി ജീവിച്ചുകൊണ്ട് ഈശോ ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. മാതാപിതാക്കന്മാർക്ക് മക്കളെ വിധേയപ്പെട്ട് ജീവിക്കണമെങ്കിൽ അവർ ദൈവാലയത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവരാകണം. നമ്മുടെ മക്കൾ അങ്ങനെയാണ് എന്ന് ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കട്ടെ. നമ്മുടെയൊക്കെ പല ഇടവകകളിലും പള്ളിയിൽ പോലും പോകാതെ ട്യൂഷൻ ക്ലാസ്സിന് വിട്ടും എൻട്രൻസ് കോച്ചിങ്ങിന് വിട്ടുമൊക്കെ പല കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അനുഭവം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെക്കാളും മെച്ചമായ പ്രകടനം എല്ലാ ദിവസവും പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നടത്താൻ സാധിക്കുന്നു എന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തിരക്കുകളുടെ ഇടയിൽ നമ്മൾക്ക് ഗൗരവമുള്ളത് മറന്നു പോകാതിരിക്കട്ടെ. 1-ാം ക്ലാസ്സിലെ വേദപാഠത്തിന് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന കുഞ്ഞ് 12-ാം ക്ലാസ് കഴിയുമ്പോൾ പള്ളിയിൽ നിന്ന് പയ്യെ പുറത്തിറങ്ങി പിന്നെ മോണ്ടലത്തിലും കൊടിമരച്ചുവട്ടിലും സിമിത്തേരിയുടെ മുമ്പിലുമൊക്കെയാണ് ഇരിക്കുന്നത് എന്നത് അത്ര സുഖമുള്ള ചിന്തയല്ലല്ലോ. നമ്മളും മാതാപിതാക്കൾ ഗൗരവത്തോടെ ചിന്തിക്കുക. ഇങ്ങനെയൊക്കെ ഇരുന്നാണല്ലോ ഞാൻ എൻ്റെ മക്കൾക്ക് മാതൃക കാണിച്ചു കൊടുത്തത്. ഇന്നല്ലെങ്കിൽ നാളെ അവരെന്നെ പോലെ ആയി തീർന്നതിൽ പിന്നെ പരിതപിച്ചിട്ട് കാര്യമില്ലല്ലോ.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ തമ്പുരാനെ പോലെ ആകാൻ നമ്മൾ അനുവദിക്കണം. ദേവാലയത്തിലെ ശുശ്രൂഷകളിൽ അവർ ഭാഗവാക്കുകളാകട്ടെ. പള്ളിയിലെ ലേഖനം വായിച്ചും ഗായകസംഘത്തിലെ അംഗമായി തീർന്നും അൽത്താരബാലനായി ശുശ്രൂഷ ചെയ്തുമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണം. അതിനവസരങ്ങൾ ഒരുക്കാൻ മാതാപിതാക്കൾക്കാണ് താല്പര്യമുണ്ടാകേണ്ടത്. ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ള അഴകൊഴുമ്പൻ വർത്തമാനമൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് സ്നേഹത്തോടെ നിർബന്ധിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അബദ്ധങ്ങളിൽ വീഴാതെ, പരാജയങ്ങളിലേക്ക് കൂപ്പുകുത്താതെ ആത്മീയതയിൽ അഭിവൃദ്ധി പ്രാപിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. ജ്ഞാനത്തിലും പ്രായത്തിലും അവർ വളരുന്നതോടൊപ്പം മാതാപിതാക്കന്മാർക്ക് അവർ വിധേയപ്പെടും. അങ്ങനെ ഒരു നിമിഷം നമ്മുടെ മക്കൾക്കും ഉണ്ടാകട്ടെ. ബാലനായ യേശു ദേവാലയത്തിൽ ഏറെ സമയം ചിലവഴിച്ചത് തീർച്ചയായിട്ടും അവിടുന്ന് ദൈവപുത്രനായതുകൊണ്ട് തന്നെയാണ്. പക്ഷെ എങ്കിലും വചനത്തെ അറിയാനും പഠിക്കാനുമൊക്കെ യേശു കുഞ്ഞുനാളിൽ ശ്രമിച്ചിരുന്നു എന്നത് പല ചോദ്യങ്ങളും ഈശോയുടെ മുമ്പിൽ ഉയർത്തുമ്പോൾ പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരണികൾ നിരത്തിയിട്ടാണ് ഈശോ അവയ്ക്കൊക്കെ മറുപടി കൊടുക്കുന്നത് പിൽക്കാലത്ത്. ഇതവിടത്തേക്ക് സാധ്യമായത് വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിൽ അവിടുന്ന് കാണിച്ച താല്പര്യമാണ്. ഒരുപക്ഷെ അങ്ങനെ വളർത്താൻ അവൻ്റെ മാതാപിതാക്കൾ കാണിച്ച താല്പര്യമാണ്. നമുക്കും അങ്ങനെയൊക്കെ ആകാം പ്രിയപ്പെട്ടവരെ. നമുക്ക് വചനം വായിച്ച് വളരാം. വചനാധിഷ്ഠിത ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. നമ്മുടെ മക്കളെയും ആ വഴിക്ക് നടത്താം. ഈശോയെ പോലെ ദേവാലയത്തിലെ മക്കളെ കാഴ്ചവെച്ച് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ബാലനായ ഈശോയുടെ വലിയ സംരക്ഷണവും കൃപയും നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി ഭവിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളവിടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.